പാതിവില തട്ടിപ്പ് കേസിൽ സുപ്രധാന വിവരങ്ങൾ പുറത്ത്. പ്രതി അനന്തു കൃഷ്ണൻ നൽകിയ മൊഴിയുടെ വിവരങ്ങളാണ് 24 ലഭിച്ചത്. സായി ഗ്രാമം ഡയറക്ടർ KN ആനന്ദ്കുമാറിന് 2 കോടി രൂപ നൽകിയെന്നാണ് മുഖ്യപ്രതി മൊഴി നൽകിയത്. പണം നൽകിയതിന്റെ ബാങ്ക് രേഖകൾ പോലീസ് കണ്ടെത്തി. ഇടുക്കിയിലെ LDF UDF നേതാക്കൾക്കും പണം നൽകിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ സ്ഥലം വാങ്ങിയെന്നും പ്രതി മൊഴി നൽകി. മൊഴിയുടെ വിശദാംശങ്ങളാണ് 24 ലഭിച്ചത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് കേവലം മൊഴി മാത്രമല്ല, അത് തെളിയിക്കുന്ന ബാങ്ക് രേഖകൾ, ഡിജിറ്റൽ പണമിടപാട് രേഖകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും, കാരണം ഇത്തരം ബാങ്ക് രേഖകൾ പോലീസ് പരിശോധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് ഇടപാട് ശൃംഖലയിൽ ആരൊക്കെയുണ്ട്, അതോടൊപ്പം തന്നെ തട്ടിപ്പ് പണം എങ്ങനെ വിനിയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പോലീസ് അനന്തകൃഷ്ണനിൽ നിന്നും ഈ വിവരങ്ങൾ ശേഖരിച്ചത്. ഈ വിവരങ്ങളിൽ നിന്ന് പോലീസ് പ്രധാനപ്പെട്ട ചില വ്യക്തത വരുത്തിയത് അനന്തകുമാർ, അതായത് സായിഗ്രാം ട്രസ്റ്റ് ഡയറക്ടർ ആനന്ദകുമാറിന് 2 കോടി രൂപയാണ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് പരിശോധിച്ച് വ്യക്തത വരുത്തി. മാത്രമല്ല, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കടക്കം ഇത്തരത്തിൽ പണം കൈമാറിയിട്ടുണ്ട്. ഇടുക്കിയിലെ LDF UDF നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിലാണ് 50 ലക്ഷത്തിലധികം രൂപ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിൽ രാഷ്ട്രീയ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ആനന്ദകുമാറിന് പങ്കുണ്ടെന്ന വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മൊഴി അനന്തകൃഷ്ണൻ നൽകിയ ശേഷം പോലീസ് പരിശോധിച്ച് ഇതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഗൂഗിൾ പേ രേഖകളും അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ചാറ്റുകളും കൂടാതെ ട്രാൻസാക്ഷൻ സംബന്ധിച്ച രേഖകളും പോലീസ് പരിശോധിച്ചാണ് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. എന്തായാലും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്ന നടപടിയിലേക്ക് പോലീസ് ഇന്ന് കടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അനന്തകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് ക്രോസ് ചെക്ക് ചെയ്യും. അതിനുശേഷമാകും തുടർ നടപടിയിലേക്ക് എന്തായാലും പോലീസ് കടക്കുക. പ്രധാനപ്പെട്ട കാര്യം, ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും വാങ്ങാൻ ആളുകൾ കൂട്ടമായി എത്തുന്ന അവസരമായി കണ്ട് നടത്തിയ തട്ടിപ്പിൽ വലിയ ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ടെന്ന വിവരമാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പലയിടത്തും ഈ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, അനന്തകുമാർ ഇതിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ പകുതിയിലധികം തുക ചെലവഴിച്ചിരിക്കുന്നത് ഭൂമി വാങ്ങാനാണ്. അങ്ങനെ പാലക്കാടും കോട്ടയം കൂടാതെ ഇടുക്കിയിലും ഇത്തരത്തിൽ ഭൂമി വാങ്ങി എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ ഇനിയുള്ള ദിവസങ്ങൾ തുടരും. മൂവാറ്റുപുഴ പോലീസാണ് അനന്തകൃഷ്ണൻ ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത്. എന്തായാലും നേരത്തെ തന്നെ ചില സൂചനകൾ പോലീസ് ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്തായാലും ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പങ്കുള്ള ഈ കേസിൽ സ്വാഭാവികമായിട്ടും പോലീസ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ, എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിൽ പണം പോയ വഴി ഏതൊക്കെ എന്ന് കൂടിയാണ് ഈ പ്രതി വിശദീകരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക്, ജനപ്രതിനിധികൾക്ക് ഒക്കെ ഇതിൻ്റെ വിഹിതം കൊടുത്തിട്ടുണ്ട് എന്ന് അയാൾ തന്നെ സമ്മതിക്കുകയാണ്. അതിൻ്റെ ഡിജിറ്റൽ രേഖകൾ, പണമിടപാട് രേഖകളൊക്കെ പോലീസ് ശേഖരിക്കുകയാണ്. കൂടുതൽ പേര് വിവരങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ ജനപ്രതിനിധികളെയും ഒക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്.